എന്റെ മാതാപിതാക്കൾ എനിക്ക് അധികം ഉപദേശങ്ങളൊന്നും ആകെ ഒരു ഉപദേശമേ തന്നിട്ടുള്ളൂ. നിനക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയും. സോ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്നാൽ എല്ലാവരും നല്ലത് പറഞ്ഞ ഒരു സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജൂൺ 2019 അഹമ്മദ് കബീറിന്റെ സംവിധാനത്തിൽ രജീഷ വിജയൻ മുഖ്യ കഥാപാത്രമായി വന്ന സിനിമയാണ് ജൂൺ. ഒരു കമ്മിങ് ഓഫ് ഏജ് ജോണറിൽ പെടുത്താൻ പറ്റുന്ന സിനിമയാണ് ജൂൺ. എന്ന പെൺകുട്ടിയുടെ ലൈഫും അവളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന കഥാപാത്രങ്ങളുമാണ് സിനിമയുടെ മെയിൻ തീം. അവളുടെ ടീനേജ് മുതൽ അഡൾട്ട്ഹുഡിലേക്ക് കടക്കുന്നത് വരെ അവളുടെ ലൈഫിൽ വരുന്ന ചെറുപ്പക്കാരും പിന്നെ അവരുമായിട്ടുള്ള റിലേഷനും അപ്പോൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുന്ന ലൈഫിന്റെ ഹാർഡ്ഷിപ്പും എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ട് ഇന്റർകട്ട് ചെയ്ത് കാണിക്കുന്ന സിനിമയാണ് ജൂൺ. സിനിമ എനിക്ക് ഓക്കേഷ് അനുഭവമായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിലും പുറത്തുള്ള സിനിമ റിവ്യൂവേഴ്സ് ആണെങ്കിലും ഈ സിനിമയെ വാനോളം പുകഴ്ത്തി പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അവർ കണ്ട ജൂൺ തന്നെയാണോ കണ്ടതെന്ന് സംശയം തോന്നി. ബേസിക് കോർ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ ജൂണിന്റെ കഷ്ടതകളും വിഷമങ്ങളിലൂടെയും കന്നുപോയി ഒടുവിൽ ഇപ്പോൾ എവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് കഥ. പക്ഷേ ഇവിടെയാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. എന്റെ മെയിൻ ലക്ഷ്യം ഒരു പാർട്ട്ണറെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമായി പോയി എന്ന് എനിക്ക് തോന്നി. ജീവിതത്തിൽ അതിനുമപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ജൂണിനോട് എനിക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു. ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കാം. സ്റ്റിൽ എവിടെയോ ജൂൺ ഒരു പാർട്ട്ണർ ഇല്ലാതെ കഷ്ടപ്പെടുന്ന പോലെ തോന്നി. ജീവിതത്തിന്റെ മെയിൻ ലക്ഷ്യം ഒരു പാർട്ട്ണറാണ്. അവരെ കിട്ടിയാൽ ജീവിതം ഹാപ്പി ആവും എന്ന് പറഞ്ഞു വെച്ച പോലെ. ഇത് എന്റെ മാത്രം തോന്നലായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ബൈ.